അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും റിസ്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നവൻ അവൻ മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. എന്നാൽ പടച്ചവൻ അത് അല്ലാഹു അല്ല, CM ആണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ചില ഗാനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അത് ആരൊക്കെ കൈയൊഴിഞ്ഞാലും സമസ്തയുടെ പണ്ഡിത പുരോഹിതന്മാർ മുഴുവൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, അവരെല്ലാം അതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. കാരണം സമസ്ത തുടങ്ങിയതു മുതൽ ഒരു നൂറ്റാണ്ട് കാലം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നാൾ വഴികളൊന്ന് ചികയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വഴി നടത്തുന്ന, അതായത് അല്ലാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികൾക്ക് അല്ലാഹുവിൻ്റെ കഴിവുകളുണ്ട് എന്ന് സ്ഥാപിക്കുകയും അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ആ രൂപത്തിൽ റബ്ബിൽ നിന്നകന്ന് സൃഷ്ടികളിലേക്ക് ചേക്കേറുന്ന, തൻ്റെ തവക്കുലും പ്രാർത്ഥനയും ഇബാദത്തുകളും അങ്ങനെ വേണ്ടുന്ന എല്ലാം റബ്ബിന് സമർപ്പിക്കേണ്ടതെല്ലാം മറ്റു സൃഷ്ടികൾക്കും സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് സമസ്തയുടെ ആശയങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് പുറകിൽ നിന്ന് വീക്ഷിക്കുകയാണ് എങ്കിൽ 1950 മുതൽ ഇങ്ങോട്ടൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ സമസ്തയുടെ നിലപാടെന്തായിരുന്നു? അവർ ആദ്യം തന്നെ പറഞ്ഞത് അല്ലാഹു കൊടുത്ത കഴിവിൽ സൃഷ്ടികളോട് ചോദിക്കാമെന്നാണ്. മഹാന്മാരോട്, മരിച്ചുപോയ അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, പുണ്യപുരുഷന്മാരോട് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് തേടാം എന്ന വാദം ആദ്യം കേരളക്കരയിൽ പറഞ്ഞത് സമസ്തക്കാരാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുന്ന നമ്മൾ പറയുന്നത്. കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കും, കൊടുക്കാത്ത കഴിവ് കൊണ്ടല്ല ഈ സഹായിക്കുന്നത്. അങ്ങനെ എവിടെ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മഹാന്മാക്കൾക്ക് അല്ലാഹു കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അത് ഇത്രേ കൊടുക്കൂ. നിങ്ങൾ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ റസൂലിന് പറഞ്ഞ കൊടുക്കുന്ന ഇത്ര ശതമാനം, വൈദ്യശേഖരൻ ഇത്ര, ആ പൂതിയാണ് മനസ്സിൽ വെച്ചടി. അല്ലാഹു കൊടുക്കുന്നത് അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ വല്ലേ നിലത്തുന്നു വിളിപ്പോർക്ക് ബായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ആ കഴിവ് അല്ലാഹു അവർക്ക് നൽകുന്നു. ഉപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ആ കഴിവ് അല്ലാഹു കൊടുക്കുന്നു. കേട്ടില്ലേ? അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് പ്രശ്നമല്ല എന്ന് കേരളക്കരയിൽ ആദ്യമായി പഠിപ്പിച്ചത് സമസ്തയാണ്. ഇനി അവിടെ നിന്നില്ല. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിൻ്റെ വാദമാണ് എന്ന് പറഞ്ഞതാരാ? അതും സമസ്തയിലെ പണ്ഡിതന്മാർ തന്നെയാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ചുമരിൽ ഒന്നാകെ ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഞാനും ആദ്യമായിട്ട് കേൾക്കുക, കാണാം. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഒരു രസം തോന്നി, കൗതുകം. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഞാൻ ഉസ്താദ് കാണിച്ചു കൊടുത്തു. അവനെ ഇടങ്ങന്നിട്ട് നോക്കിയിട്ട് ഒരു നറും ചിരി, പുഞ്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, പണ്ട് ഇബ്ലീസ് പറഞ്ഞാണ്. കേട്ടില്ലേ? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വശം. അത് കേരള മണ്ണിൽ സലഫികൾ പഠിപ്പിച്ചപ്പോൾ, അതിങ്ങനെ എഴുതി വച്ചപ്പോൾ, അതിനെ കളിയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ടുമുള്ള ചില സംസാരങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും സംവാദങ്ങൾ വരെ ഈ കേരള മണ്ണിൽ സമസ്തയുടെ വക്താക്കൾ നടത്തിയിട്ടുണ്ട്. അത് ഇബ്ലീസിൻ്റെ പ്രമേയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇനി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതും അത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് പഠിപ്പിച്ചപ്പോൾ സമസ്തയിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ ഈ കേരള മണ്ണിൽ പഠിപ്പിച്ചത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ് എന്നാണ്. രണ്ടും യാത്രയാണ്, രണ്ടും അനുവദനീയമാണ്. എന്നാൽ യാത്രയ്ക്ക് ഒന്നുകൂടെ സുഖകരമായതെന്താണ്? ബെൻസാണ് എന്ന് പറയുന്നത് പോലെ
പ്രാർത്ഥന വേഗം സ്വീകരിക്കണമെങ്കിൽ, കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കണമെങ്കിൽ ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കേരള മണ്ണിൽ പറഞ്ഞു വച്ചത് സമസ്തയാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇസ്തിഗാസ ഇശറായിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കേട്ടില്ലേ? ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ബെൻസ് കാറിൽ പോവുക എന്നത് നല്ല സുഖകരമായ യാത്രയാണ്. അതുപോലെയാണ് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുക എന്നത്. എന്നാൽ മറ്റതിനെ അപേക്ഷിച്ച് KSRTC ബസ്സിൽ പോവുക എന്നത് കുറച്ച് പ്രയാസമുള്ള ദുഷ്കരമായ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുക എന്നത് കുറച്ച് പ്രയാസം തന്നെയാണ് ഉത്തരം കിട്ടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. മാലയും മൗലൂദും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെയും എന്താണുള്ളത്? മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ നാം നിങ്ങളുടെ കൽബകമെന്നോവർ. ഒരു കുപ്പിക്കകത്തുള്ള വസ്തു അതിനെ പുറത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും മുഹീദ്ദീൻ ഷെയ്ഖ് അറിയും. അതെല്ലാവരുടെയും അറിയും. എല്ലാ മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ മനസ്സിലുള്ളത്, ചിന്തിക്കുന്നത്, മന്ത്രിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് അറിയുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുന്ന, ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെപ്പോലും അള്ളാഹു അറിയുന്നു. അപ്പോൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയതാരാണ്? മുഹീദ്ദീൻ ഷെയ്ഖ് എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് അറിയും എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചാർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മാത്രം കഴിവിനെ മുഹീദ്ദീൻ ഷെയ്ഖിന് കൊടുക്കുകയാണ്. ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളക്കരയിലും അതുപോലെ തന്നെ മംഗലാപുരത്തൊക്കെ നടന്ന സംവാദങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ നമ്മൾ നിത്യവും നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണ്. റബ്ബിനോട് നേർമാർഗം ചോദിക്കുന്നു. എന്നാൽ അവിടെ ചോദ്യോത്തര വേളയിൽ ഒരു ചോദ്യത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉസ്താദ് ഉത്തരം പറഞ്ഞതെന്താ? അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്താണ് ഫാത്തിഹ സൂറത്തുൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തനെ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹീദ്ദീൻ ഷെയ്ഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കേട്ടില്ലേ? മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഹിദായത്ത് ചോദിക്കാം. മരിച്ചുപോയ ബാഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇവിടെ നിന്നും മുഹീദ്ദീൻ ഷെയ്ഖെ എനിക്ക് ഹിദായത്ത് നൽകണമേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അത് ശിർക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഇതെല്ലാം പഠിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ രൂപത്തിൽ നമുക്ക് ഇത്തരം ശിർക്കൻ ഭാഗങ്ങൾ അത് കരുതിയിരിക്കണമെന്ന് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാമെന്നോ മരിച്ചുപോയവരോട് ഹിദായത്ത് തേടാമെന്നോ ഒരു അരവരി പോലും വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. തീർന്നില്ല. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട CM എന്ന് പറയുന്ന വ്യക്തി, CM മടവൂർ, അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ മരിച്ചതിന് ശേഷം വിപുലമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവിടെയൊക്കെയും കൃത്യമായി ഇസ്ലാമിൻ്റെ ആദർശത്തെ കേരള മണ്ണിൽ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും മുഖാമുഖങ്ങൾ, ആദർശ സമ്മേളനങ്ങൾ വച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിനെ പഠിപ്പിച്ചു. അന്നും നമ്മൾ പറഞ്ഞത് CM എന്നത് ലോകം നിയന്ത്രിക്കുന്ന വ്യക്തിയല്ല, CM വലിയല്ല എന്നത് കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. ഈ കേരള മണ്ണിൽ പാവപ്പെട്ട ജനങ്ങളുടെ ആദർശത്തെ ചൂഷണം ചെയ്യുന്ന സമസ്തയിൽ നിന്ന് ശരിയായ തൗഹീദിലേക്കും ഇസ്ലാമിലേക്കും ആളുകളെ ക്ഷണിച്ചു. തിരുവനന്തപുരത്തെ മുഖാമുഖം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മുദബ്ബിറുൽ ആലം അത് അല്ലാഹു മാത്രമാണ് എന്നത് കൃത്യമായി അവിടെ വരച്ചു കാണിച്ചു. എന്നിട്ടും ചില പണ്ഡിത പുരോഹിതന്മാർ
പ്രത്യേകിച്ച് AP സമസ്തയിലെ അബൂബക്കർ മുസ്ലിയാർ ഇനി അടുത്ത വരാനിരിക്കുന്ന ഔലിയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ ഇങ്ങനെ പൊന്തിത്തുടങ്ങും എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ പലരും പറഞ്ഞു തുടങ്ങി. അദ്ദേഹം എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് CM തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് സ്ഥാപിക്കുകയാണ്. ആ ഭാഗം നോക്കുന്നു കേൾക്കാം. അമ്രൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ടുള്ള സത്യം. ഇത് ഖുർആൻ അറിയിച്ച ഒരു യാഥാർത്ഥ്യമാണ്. മരണപ്പെട്ടു പോയതിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട അബൂബക്കറുൽ മദഊരി മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് CMൻ്റെ കള്ളക്കറാമത്തുകൾ ഈ കേരള മണ്ണിൽ പ്രചരിപ്പിക്കുന്നത് ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ ലോകത്ത് ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും CM അറിയും എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമുള്ള കഴിവുകൾ CMനുണ്ട് എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം എന്തായി? അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന് പറഞ്ഞു വച്ചു. നമുക്ക് ആ ഒരു സംസാരം കേൾക്കാം. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും കേൾക്കാനുള്ള പവർ നേടിയെടുത്തു. ബാക്കി നമുക്ക് കേൾക്കാം. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാൻ അപ്പോൾ തന്നെ സഹായിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നാണ്. ഇതേ സംഭവം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ മുഹീദ്ദീൻ മാലയിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചൊല്ലും നാം എന്നോവർ. ചോദിച്ച ഉടൻ വായടയ്ക്കുന്നതിനു മുമ്പ് മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകുമെന്നാണ് മുഹീദ്ദീൻ മാലയിലുള്ളത്. അതേ സംഭവം ഇവിടെ CM മടവൂരിന് ചാർത്തി കൊടുക്കുന്നു. ഇത് ആർക്കുള്ള കഴിവാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ്. തീർന്നില്ല, ബാക്കി എന്താ പറയുന്നത് അതുകൂടി കേൾക്കാം. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർ വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. അപ്പോൾ ഇവിടെ CMന് മാത്രമല്ല മറ്റു ചില ആളുകൾക്കും കഴിയും എന്ന് വരെ പറഞ്ഞു ചേർക്കുകയാണ്. അള്ളാഹുവിന് മറ്റു ചില പങ്കുകാരെ കൂടി ചേർത്ത് വയ്ക്കുന്നു. അവിടെയും തീർന്നില്ല, അള്ളാഹുവിലേക്ക് ലയിച്ചങ്ങ് ചേർന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു 100 റുപ്യന്റെ കുറവ് വന്നപ്പം ഈ 10,000 കെട്ടുന്ന ഒരു 100 നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ അവരത്തിൽ ചെന്ന് 10,000 കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്കുള്ളതാണ്. അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക. ശൈഖുന പറയാണ്, ഈ കണ്ണ് എവിടെ നിന്ന് കിട്ടിയ കണ്ണ? അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണ. അതുകൊണ്ട് ഇവിടുന്ന് ഓറവേലിൽ ഫാത്തിഹ ഓതിയാൽ അത് കേൾക്കാനുള്ള കാത് ഓറ് പടച്ചോനിൽ നേടിയിട്ട് പടച്ചവനിൽ ലയിച്ചിട്ടുണ്ടാക്കിയ കഴിവാണ്. കേട്ടില്ലേ? പടച്ചോനിൽ ലയിച്ചുണ്ടാക്കിയ ചില കഴിവുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ കാണാത്തതും കണ്ട് എന്ന പോലെ, കേൾക്കാത്തത് കേട്ടു എന്നതുപോലെ എവിടെ നിന്ന് വിളിച്ചാലും വിളിക്ക് ഉത്തരം നൽകാൻ കഴിവുണ്ട് എന്നും ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും CM അറിയാതെ അനങ്ങുകയില്ല എന്നുമൊക്കെ പറഞ്ഞ് അവസാനം പടച്ചോനാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഇനി അടുത്തു പറഞ്ഞു വെക്കുന്നത്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവന്റെ തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ
കേട്ടില്ലേ? പടച്ചോനാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ CM എത്തി. അവസാനം എന്താ സംഭവിച്ചത്? നമ്മളെ പടച്ചോൻ ആരാണെന്ന് ചോദിച്ചാൽ അത് CM തന്നെയെന്ന് മടികൂടാതെ പറയണം എന്നാണ് അവസാനം ഇറങ്ങിയ പാട്ടിലുള്ളത്. ആ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും, എന്നാലും ഒരു പൂർണ്ണതയ്ക്കു വേണ്ടി ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ്. മടവൂരാനാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. അങ്ങനെ സമസ്തയുടെ പടച്ചവൻ അത് CM ആയി മാറി എന്നതാണ്. സുബ്ഹാനല്ലാഹ്, മആദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്ര പരിശുദ്ധൻ. CM ഒരിക്കലും അല്ലയല്ല, ഔലിയ പോലുമല്ല. ഔലിയ ആകണമെങ്കിൽ പോലും ചില ക്വാളിറ്റികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ക്വാളിറ്റി പോലും CMൻ്റെ ജീവിതത്തിൽ കാണാനില്ല എന്നതാണ്. അവിടെയാണ് സമസ്ത CMനെ അള്ളാഹുവായി ചിത്രീകരിക്കുന്നത്. അവസാനം എന്തായി? ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങൾ പുറത്തേക്ക് വരുന്നു. മദ്രസയിലെ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് റബ്ബിനോട് തേടുന്നത് പോലെ CMനോട് തേടുന്ന ചില രംഗങ്ങൾ നമുക്കൊന്ന് അത് കാണാം. കേട്ടില്ലേ? ഷെയ്ഖിനോട് കാക്കണേ ഞങ്ങളെ ഷെയ്ഖോരെ, ഞങ്ങളെ കാവൽ നൽകണം, ഞങ്ങൾക്ക് കാവൽ നൽകണം. തവക്കുൽ CM മടവൂരിന് ചാർത്തി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. എന്തായാലും സമസ്തയുടെ അല്ലാഹ് CM ആയതുകൊണ്ട് തന്നെ തവക്കുൽ CMലേക്ക് ചാർത്തുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടത്. ഇനി ഞാൻ പറയട്ടെ, റബ്ബിൻ്റേത് മാത്രമായ ഒരു സംഭവത്തെ, ഒരു അവകാശപ്പെട്ട അസ്മാ ഉസിഫാത്താകട്ടെ, റുബൂബിയത്താകട്ടെ, ഉലൂഹിയത്താകട്ടെ, ഏതെങ്കിലും ഒന്നിൽ പങ്കു ചേർത്താൽ അവൻ മുശ്രിക്കായി എന്നാണ്, അവൻ ഷിർക്ക് ചെയ്തു എന്നാണ്. ഇവിടെ അള്ളാഹു തന്നെയാണ് CM എന്ന് പറഞ്ഞതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇത് ഞാൻ ആരെയും കാഫിറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ആ വിഷയം നമുക്ക് കേൾക്കാം. ഇതിൻ്റെ വിധി എന്താണ്? ഇങ്ങനെ റബ്ബാണ് CM എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണ്? പേരോട് തന്നെ പറയട്ടെ എന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. കേട്ടോ, വിശ്വസിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. പിന്നെ ബാക്കി പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഹൃദയത്തിൽ അങ്ങനൊരു വിശ്വാസം, CM ആണ് അള്ളാഹു എന്ന വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. CMനോട് പ്രാർത്ഥിക്കണമെന്നില്ല. പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലും ശിർക്ക് വന്നു, വിശ്വാസത്തിൽ ശിർക്ക് വന്നു, പ്രാർത്ഥനയിൽ ശിർക്ക് വന്നു. ഇനി നേർച്ച വഴിപാടുകൾ ചെയ്താൽ അതിലും ശിർക്ക് വന്നു. ഏതായാലും ഇങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ള വിധികൾ? അതും അദ്ദേഹം തന്നെ പറയട്ടെ. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയില്ല, ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറിയാൻ പറ്റൂല. കേട്ടില്ലേ? ഇങ്ങനെയുള്ള കുറേ വിധികൾ ഇസ്ലാമിനുള്ളിലുണ്ട്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഇത്തരം പല വിധികൾ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തക്കാർ പരസ്പരം വിചാരണ നടത്തട്ടെ. ആരൊക്കെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത്? ആരൊക്കെയാണ് വിവാഹമോചനം നടത്തേണ്ടത്? ആരെയാണ് പള്ളിക്കാട്ടിൽ കബറടക്കാതിരിക്കാനുള്ള കാരണങ്ങളുള്ളത് എന്നൊക്കെയുള്ളത് വിലയിരുത്തി വിശ്വാസത്തെ ക്ലിയറാക്കി, വിശ്വാസത്തിൽ നിന്ന് തെറിച്ചുപോയവർ അവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റബ്ബിൽ എല്ലാം സമർപ്പിച്ച് റബ്ബിനോട് തൗബ ചെയ്ത് തിരിച്ചു മടങ്ങുക എന്നതാണ് ഒരു സ്നേഹ ഉപദേശത്താൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് സാധാരണ ജനങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഇത്തരം ന്യായങ്ങളും ഇത്തരം കാരണങ്ങളും ഇത്തരം ആദർശങ്ങളും പഠിപ്പിക്കുന്ന സമസ്തായിസത്തിൽ നിന്ന് ഒന്നു മാറി യഥാർത്ഥ ഇസ്ലാമിനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ സത്യമായ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.